ഫ്രണ്ട്സുമായി പുറത്തു പോകുമ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ വയറിന് പ്രശ്നമാകുമോ എന്നോർത്ത് ആ ഇവന്റ് തന്നെ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അതേപോലെ ഒരു ഫുൾ ബുഫേ സ്പ്രെഡിൽ നിന്ന് ചില ഐറ്റംസ് മാത്രം പിക്ക് ചെയ്തെടുത്ത് മറ്റ് ഐറ്റംസ് കഴിച്ചാൽ വയറിന് പ്രശ്നമാകുമോ എന്നോർത്തിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അഥവാ IBS. IBS എന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്ന ഒരു ഫങ്ഷണൽ ക്രോണിക് ഡിസോർഡർ ആണ്. നമ്മുടെ വയറിൽ കൂടെ വരുന്ന ക്രാമ്പിംഗ് പെയിൻ, ഇത് കൂടുതലും ബൗൾ മൂവ്മെന്റ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. ഇതോടൊപ്പം ചില ആളുകൾക്ക് ഡയറി ആയിട്ടും ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടും ഇത് അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം ശക്തമായി ഗ്യാസ് കയറുന്ന ബ്ലോട്ടിംഗ് സെൻസേഷൻ ഇതിൻ്റെ ഒരു വളരെ സ്ട്രോങ് ഫീച്ചറാണ്. പക്ഷെ നമ്മൾ ഈ കേട്ട സിംറ്റംസ് എല്ലാം മറ്റുള്ള അസുഖങ്ങളിലും വളരെ കോമൺ ആയിട്ട് കാണാവുന്ന സിംറ്റംസ് ആണ്. ഇതിനൊരു പ്രത്യേക ടെസ്റ്റ് മൂലം നമുക്ക് IBS ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഉള്ളവരിൽ മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ബ്ലഡ് ടെസ്റ്റും അതേപോലെ സ്റ്റൂൾ ടെസ്റ്റും അതേപോലെ സ്കാനിങ്ങും, ചില ആളുകൾക്ക് എൻഡോസ്കോപ്പി, കൊളനോസ്കോപ്പി എന്നുള്ള ടെസ്റ്റുകളും ചെയ്ത് മറ്റുള്ള അസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ ഈ സിംറ്റംസ് IBS കൊണ്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. IBS എന്ന കണ്ടീഷൻ ഒരു പെർമനന്റ് ക്യൂർ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ IBS നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറ്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ദഹിക്കാൻ പാടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുകയും അതേപോലെ ലാക്ടോസ് കണ്ടെയ്നിങ് അതുള്ള ഡയറി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുകയും ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യുകയും അതേപോലെ സർട്ടൻ ഫുഡ്സ് നമ്മുടെ ഡയറ്റീഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് അവോയ്ഡ് ചെയ്യുകയും ചില ഫുഡ്സ് ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഡയറ്റ് കൊണ്ട് തന്നെ നമുക്ക് IBS കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി IBSന്റെ സിംറ്റംസ് ഇംപ്രൂവ് ചെയ്യുമെന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.